54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച നടനായ ആടുജീവിതത്തിലെ അഭിനയത്തിന് പൃഥ്വിരാജിനെ തെരഞ്ഞെടുത്തു. ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ഉർവശിയും തടവിലെ അഭിനയത്തിന് ബീന ആർ ചന്ദ്രനും മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഉർവശിയുടെ അഭിനയ ജീവിതത്തിലെ 6ാം സംസ്ഥാന പുരസ്കാരമാണിത്. മികച്ച സംവിധായകനായി ബ്ലെസ്സിയെ തെരഞ്ഞെടുത്തു. മികച്ച ചലച്ചിത്ര ലേഖകനായി ഡോക്ടർ രാജേഷ് അമ്മാറിൻ്റെ ദേശീയത അഴിച്ചെടുക്കുന്ന സിനിമകൾ തെരഞ്ഞെടുത്തു. ആടുജീവിതത്തിലെ അഭിനയത്തിന് ഗോകുൽ, കാതൽ ദി കേരള അഭിനയത്തിന് സുധി കോഴിക്കോട്, ജൈവത്തിലെ അഭിനയത്തിന് കൃഷ്ണം എന്നിവർക്കാണ് പ്രത്യേക ജൂറി പരാമർശം. മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം തടവിൻ്റെ സംവിധായകൻ ഫാസിൽ റാസാഖിന് ലഭിച്ചു. മികച്ച ജനപ്രിയ ചിത്രമായി ആടുജീവിതം തെരഞ്ഞെടുത്തു. മികച്ച സ്വഭാവ നടി ഗ്രീഷ്മ ചന്ദ്രൻ, മികച്ച സ്വഭാവ നടൻ വിജയരാഘവൻ, അപലംബിത. തിരക്കഥ ബ്ലെസ്സി, ആടുജീവിതം. മികച്ച തിരക്കഥ രോഹിത് MG കൃഷ്ണൻ, ഇരട്ട. മികച്ച കഥാകൃത്ത് ആദർശ് സുകുമാരൻ, കാതൽ. ശബ്ദമിശ്രണം റസൂൽ പൂക്കുറ്റി, ആടുജീവിതം. കലാസംവിധായകൻ മോഹൻദാസ് 2018. പിന്നണി ഗായകൻ വിദ്യാധരൻ മാസ്റ്റർ, പിന്നണി ഗായിക ആൻ ആമി. സെക്രട്ടേറിയറ്റിൽ വെച്ച് നടന്ന പത്രസമ്മേളനത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ചലച്ചിത്ര അക്കാദമി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 10 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. 160 ചിത്രങ്ങളായിരുന്നു ഇത്തവണ പുരസ്കാരത്തിനായി പരിഗണിക്കപ്പെട്ടത്. 38 ചിത്രങ്ങളാണ് അന്തിമഘട്ടത്തിലെത്തിയത്. ഇതിൽ ലോകോത്തര നിലവാരം പുലർത്തിയ സിനിമകളുടെ നീണ്ട നിരയാണ് ഇത്തവണ മത്സരം കടുപ്പിച്ചത്. അവസാന ഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ട സിനിമകളിൽ ഭൂരിഭാഗവും ഒന്നിനൊന്ന് മികച്ചവയായിരുന്നു. സിനിമയുടെ സ്ക്രീനിംഗ് ദിവസങ്ങൾക്ക് മുൻപേ പൂർത്തിയായതാണ്. ന്യൂസ് ബ്യൂറോ, പുതുക്കാട് ന്യൂസ്.